നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ടേ ഒരു സംഭവം ഉണ്ടാക്കിയാ വിശക്കണ്ടേ? വിശക്കല്ലേ? അപ്പൊ പിന്നെ ശരിയാ. നിനക്ക് വിശക്കണ്ട? നിനക്ക് വിശക്കണ്ട? ഉണ്ടാക്കി കഴിയുമ്പോ ഫുള്ളായിട്ട് വിശക്കുന്നത് കിട്ടില്ല. സംഭവം ഉണ്ടാക്കിയാലോ? അങ്ങനെ ഉണ്ടാക്കാം. പോയാലോ? പോയാലോ? ഇപ്പൊ എല്ലാരും പോയോ? അപ്പൊ കാത്തുമ്പോളാ. അപ്പൊ ബ്രെഡ് വെച്ചിട്ടാണ് സംഭവം. ഓക്കെ, ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, സബോള എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട വേണം, ചീസ് വേണം, കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. സംഭവം അടിപൊളിയാണ് അല്ലേ? നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചിട്ട് പറയാം ടേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. നമ്മള് ആദ്യം തന്നെ നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടായി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാണ്ട്. അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതോ കണ്ടുപിടിച്ചോട്ടെ നീ? എന്നും പറയും നീ ഉണ്ടാക്കി തരണേ എനിക്ക് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടാ. രണ്ട് ബ്രെഡും ഇതുപോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പീസുകൾ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കളയരുത്, എടുത്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇനി ബ്രെഡ് കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ഇനി നമുക്കൊരു മുട്ട എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ സബോള കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി. അപ്പൊ നമ്മുടെ പാൻ ചൂടായതായിരിക്കും കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ബ്രെഡ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ചിടണം കേട്ടോ സൈഡ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സില് മുട്ട അത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയപ്പോൾ ഈ പീസുകളില്ലേ നമ്മുടെ അത് എനിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഇനി കുറച്ച് മയോണൈസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രക്ഷയില്ലാത്ത സാധനമായിട്ട് ഉണ്ടാക്കുന്നത്. കാത്ത നമ്മള് കളിയാക്കാട്ടാ. ഇത് എങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോ ഇങ്ങനെ ഇരിക്കുന്നുള്ളത് കാണിച്ചു പറയുന്നു. പോള് ഇത് നോക്കിയത് നീ ഉണ്ടാക്കി രണ്ടാമത് ചോദിക്കരുതുള്ള കാര്യം. ഓക്കെ, അപ്പൊ അതൊക്കെ ഇതിന്റെ മുകളിൽ കുറച്ച് സോസ് ആക്കി ടൊമാറ്റോ സോസും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു ബ്രെഡ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടർ നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ. കണ്ടിട്ട് നല്ല രസമുണ്ട്. റെഡി ആയിട്ട് നമ്മുടെ സംഭവം ഇത് നമുക്ക് എടുത്തിട്ട് സൂപ്പർ. കട്ട് ചെയ്യാൻ പോട്ടാ.
ഓക്കെ ഇപ്പൊ ടേസ്റ്റ് ഒക്കെ നമുക്ക് സംഭവം അടിപൊളി അതിൻ്റെ ക്രിസ്പി ആയിട്ട് കേട്ടാ. നല്ല അടിപൊളി സംഭവം അതിൻ്റെ ഇട്ടത്തേലും ചീസൊക്കെ നല്ല മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടാ. അയ്യേ നല്ല രസമുണ്ട്. കട്ട് ചെയ്യാം. അപ്പൊ കാത്തോ എല്ലാം സെറ്റായിട്ട് കേട്ടാ. ഇനി ആ കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സംഭവം അടിപൊളി ഓ അല്ലേ? ഇപ്പൊ ടേസ്റ്റ് നോക്കിയാലോ ആ അതോ നോക്കിയേ. ഞാൻ തന്നെ കഴിക്കേ ചെറുതായിട്ട് ചൂടും കേട്ടോ, ചെറിയ ചൂട്. ഏത് കഴിച്ചു ചൂടാണോ? ചൂടുണ്ട്. ചെറിയ ചൂടും കേട്ടാ. അതാണ് പ്രശ്നം ഇതല്ലേ. സൂപ്പറായ രസണ്ടാ? നന്നായി കുറച്ച് കിട്ടി. ഞാൻ കഴിച്ചോ നടന്നില്ല. ഇടയ്ക്ക് പപ്പരം വിളകിട്ട് പറ്റിക്കണ്ടില്ല. ആ ആ അപ്പൊ സംഭവം സെറ്റ്. ഒന്നും നോക്കാല്ലോ, ഒരു രക്ഷയില്ല, പെട്ടയില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അല്ലേ? അതിനകത്തോ ചൂടുണ്ട്. അപ്പൊ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. സംഭവം നമ്മൾ വിജയിച്ചു, സക്സസ് ആയി. ഓക്കെ, നമ്മൾ വീഡിയോ സ്ഥലത്തല്ലോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതുപോലെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ശ്രദ്ധിക്കാം നമുക്ക്.